ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനന്തീസ് കിച്ചൺ. ഞാൻ ഇന്നിവിടെ ഒരു ഈവനിങ് സ്നാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. അത് മൈദ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. മൈദയിൽ പറ്റാത്ത ആൾക്ക് ഗോതമ്പ് മാവ് കൊണ്ടും ഉണ്ടാക്കാം. ഇത് എളുപ്പത്തിലാവുന്നതാണ്, ക്ഷണത്തിൽ ആക്കാൻ പറ്റും. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് 1 കപ്പ് മൈദയാണിത്. 1 കപ്പ് മൈദ. ഇത് ഒരു ബൗളിൽ ഇത് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ്. മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചതാണ്. ഏലക്കായും പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചതായത്. 3 ഏലക്കായ ഇട്ടിരിക്കുന്നു. അതും പഞ്ചസാരയും കൂടി നന്നായിട്ട് പൊടിച്ചതാണ്. പിന്നെ ഇതിൽ ഉപ്പ്, ഒരു 1/2 സ്പൂൺ ഉപ്പ്. മധുരമുള്ളത് ഉണ്ടാക്കുമ്പോൾ ഉപ്പ് എപ്പോഴും കൂട്ടണം. ഇത് ഒരു 1/2 ഗ്ലാസ് തൈരാണ്. തൈരില്ലെങ്കിൽ ഇഡ്ഡലി മാവിൻ്റെ കൂട്ടുണ്ടായാലും മതി. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇഡ്ഡലി മാവിൻ്റെ കൂട്ടില്ല, തൈരാണുള്ളത്. അതുകൊണ്ട് തൈര് ഇട്ടിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം, എന്നാലേ ഇത് ശരിയാവുള്ളൂ. ഒരു 2 പിഞ്ച് അപ്പക്കാരം, ബേക്കിംഗ് സോഡ. ഇത് തൈര് കൊണ്ട് മാത്രം കുഴയില്ല, അതുകൊണ്ട് കുറച്ച് അധികം വെള്ളം ഒഴിക്കരുത്. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു 200 ഗ്രാം മൈദ ഉണ്ടാവും. നല്ലോണം കുഴച്ച് നന്നായിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് കുഴക്കണം. എന്നാലേ ഇതിൻ്റെ നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ. എത്രത്തോളം കുറച്ച് നന്നായിട്ട് കുഴക്കുന്നതിനനുസരിച്ചിട്ടാണ് ബോണ്ട സോഫ്റ്റ് ആവും. ഇത് ബോണ്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൽ മധുരമുള്ള ഒരു ബോണ്ട. എരിവുള്ള ബോണ്ടയുണ്ടാവും, മധുരമുള്ള ബോണ്ടയുണ്ടാവും. ഹോട്ടലിലൊക്കെ മധുരമുള്ള ബോണ്ടയൊക്കെ വാങ്ങാൻ കിട്ടും. ഇത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം. ഇതിൽ വേറെ അധികം ചേരുവകയൊന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ. ഇത് എണ്ണേൻ്റെ കൂട്ടിൽ ഇങ്ങനെ ഉരുട്ടി ഇടുന്ന പാകത്തിന് കിട്ടണം. ഇതിത്ര മതി. പിന്നെ ഒരു 2 മിനിറ്റ് ഇത് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കും. അതിന് ശേഷം എണ്ണ വെച്ചിട്ട് എണ്ണയിലാണ് ഇടേണ്ടത്. പാനിൽ എണ്ണ വെച്ചിട്ട് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. സിമ്മിലേ വെക്കണ്ടു. അധികം ഫാസ്റ്റായി വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. ഇതിങ്ങനെ നുള്ളിയിട്ട് ഷേപ്പിൽ
ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വിട്ട് വിട്ട് ഇടുക. അധികം അടുപ്പിക്കണ്ട. ഇതൊന്ന് നന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. അധികം കരിഞ്ഞു പോകാണ്ട് സിമ്മിൽ തന്നെ വെച്ചാൽ മതി, കരിഞ്ഞു പോകണ്ട. സിമ്മിൽ വെച്ചാലേ ഉള്ളിലും വേവും നല്ലോണം പുറത്തും. അതിൽ ഒന്നും കൂടി നന്നായിട്ട് ആവണം. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം ആകാതെ ഭാഗം നോക്കി നോക്കി തിരിച്ച്. ഇങ്ങനെ നന്നായിട്ട് തിരിച്ച് നോക്കി ഏതായാലും ഏകദേശം എടുക്കാനായി. ഓരോന്നായിട്ട് ഇത് ആയിട്ടുണ്ട്. ഓരോന്നായിട്ട് എടുത്ത് ഇത് വേഗത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ക്ഷണത്തിലൊരു 15 മിനിറ്റ് കൊണ്ട് പണിയൊക്കെ റെഡിയാവും. ഇങ്ങനെ തന്നെ ബാക്കിയുള്ളതും കൂടി ഇട്ടിട്ട് കോരിയെടുക്കുക. ഇങ്ങനെ ബാക്കിയുള്ള കൂട്ടെല്ലാം ഇങ്ങനെ ഇട്ടിട്ട് പെട്ടെന്ന് ആരെങ്കിലും വന്നാലൊക്കെ വേഗത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന സാധനമാണിത്. മൈദ ഉണ്ടെങ്കിൽ റെഡി. നമ്മുടെ സ്നാക്സ് റെഡിയായി. ഇതാ ക്ഷണത്തിലാകുന്ന സാധനമാണ്. വേഗത്തിൽ ചെയ്യാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. ഇതാ ഉള്ളു നല്ല സോഫ്റ്റ് ആയിരിക്കും. കണ്ടില്ലേ, നല്ല പഞ്ഞ് പോലെ ഉണ്ടാവും. നന്നായിട്ടുണ്ടാകും. ഇതിന് വലിയ ഇതൊന്നുമില്ല. പഞ്ചസാരയും മൈദയും ഏലക്കായും മാത്രമേ ഉള്ളൂ, വേറെ കാര്യമായിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഇത് എല്ലാവർക്കും വേഗത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന സാധനമാണ്. കുട്ടികൾക്കും വലിയ ആൾക്കെല്ലാം ഇഷ്ടപ്പെടുന്നു. ഈവനിങ് സ്നാക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്യുന്നു വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ഇനി അടുത്ത റെസിപ്പിയായി വരുന്നവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക.